സാന്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ കറിയാണ് മോൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സവാള, ഒരു തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ഇത്ര പോണ പീസ് ഇഞ്ചി. ഇതിന്റെ അകത്തുള്ളത് പട്ട, കിറാമ്പ്, വലിയ ജീരകം, നമ്മൾ വലിയ ജീരകം എന്നാ പറയാം, വലിയ ജീരകം, കരിവേപ്പില, കുരുമുളക്, ഏലക്ക 2-3, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരണ്ടിയത്. ഇത് തേങ്ങയുടെ 2-ാം പാലും ഇത് 1-ാം പാലും ആണ്. അപ്പൊ വാട്ടാനുള്ളത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളകും. ഇതൊക്കെയാണ് ഇതിനിപ്പോ ഇതിന്റെ ഒപ്പം കറിക്കൊപ്പം ഇടാനുള്ള സംഭവങ്ങൾ. ഇത് വെളിച്ചെണ്ണയാണ്. ഞാൻ എണ്ണ ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പകുതി ഒഴിച്ചിട്ട് പകുതി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അതാണ് ഈ അവസ്ഥയിലാണ് വെക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നലെ മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ബാക്കി വന്ന ബാലൻസ് ഒന്നും കുറുക്കാണ്. ഇപ്പൊ മോൾക്ക് മാത്രമേ ഇനി ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കുടിക്കുന്ന ഓറഞ്ചെന്നോ മൂസമ്പ് ഇതിനൊക്കെ പറയാം. ഇതിന്റെ പേര് വ്യക്തതയില്ല. അപ്പൊ ഇത് എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കി, എല്ലാവർക്കും ഇത് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതാ, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യൂല. ഇത് എല്ലാ ദിവസവും വരും വൈകിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കുന്നത്. അപ്പൊ ഇന്നലെ കുടിക്കും ബാക്കി വന്നപ്പോഴാണ് ഞാൻ രാവിലെ അത് എടുത്ത് കുടിച്ചത്. അതിപ്പോ 1 ഗ്ലാസ് 2 ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യും, കൊളസ്ട്രോൾ കുറയാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാവും. എന്താ വെച്ചാൽ അത് ഫസ്റ്റ് കുടിക്കുമ്പോൾ എന്തോ പോലെ തോന്നും, രണ്ടാമത് കുടിക്കുന്നത് ക്ലിയർ ആവും. ഞാൻ ഈ കുരുവൊക്കെ കളയാൻ കാരണം എന്ന് വെച്ചാൽ കയ്പ് പെട്ടെന്ന് കയറും ഇതിൻ്റെ അകത്ത്. അപ്പൊ അത് കാരണം ഞാൻ കുരു കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഇനി സപ്പോസ് ഉള്ളവരുടെ കുരു ഉണ്ടെങ്കിൽ കൂടി അത് ശരിയാവും. ഞാൻ ഉപ്പ് അധികം കൂട്ടൂല, ഇത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ ഞാൻ പഞ്ചസാര അങ്ങനെ ഇടൂല, ഷുഗർ വരുമല്ലോ, അത് പഞ്ചസാര അധികം ഇടൂല. അപ്പൊ ഇതാണ് ജ്യൂസ്. ഇത് കസ്കസ് ആണ്. ഇത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് ഈ ഒപ്പം കുടിക്കാൻ വേണ്ടി. ഇപ്പൊ ഇത് ആഡ് ചെയ്ത് ഒരു ഹെൽത്തിയാ. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഓർമ്മോർക്കും കയറി നോക്കുമ്പോൾ നമുക്കറിയാം. അത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഇച്ചിരി ആഡ് ചെയ്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. കുടിക്കുമ്പോൾ ഇത് കൂടി ശരീരത്തിന് നല്ലതായത്. നമുക്ക് ലിവർ ഫാറ്റ്, കൊളസ്ട്രോൾ ഇതൊക്കെ പെട്ടെന്ന് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് രാവിലെ വരും വൈകില്ല ചായയും കാപ്പിയും അങ്ങ് ഒഴിവാക്കുക. ചില ആൾക്കാർ കട്ടൻ കുടിച്ചാൽ കുഴപ്പമില്ല, കട്ടൻ ചായ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരിക്കലല്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ പോയി അടിഞ്ഞുകൂടി നിൽക്കും. പിന്നെ അതൊരു വലിയൊരു ഇതായിട്ട് മാറും. അപ്പൊ അത് കാരണം രാവിലെ 1 ദിവസം 2 ദിവസമൊക്കെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നീട് ഒക്കെ ഓക്കെ ആവും. നമ്മളിത് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്നതാണ്. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഞാൻ ഒന്ന് വറുക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നിച്ചെല്ലാം കൂടി കൊണ്ടുവരികയാണ്. ഇതിനകത്ത് മോൾക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. രാഗി, മണിച്ചോളം, എന്താ പറയാ, ഡയാപ്പ് റൈസ്, പിന്നെ വന്നിട്ട് വരാഗ്, എന്റെ പേര് ഈ ശരിക്കും മനസ്സിലാകുന്നില്ല, മണിച്ചോളം, പിന്നെ വന്നിട്ട് എന്താ പറയാ സാമാരി, പിന്നെ വന്നിട്ട് ബജ്ര കമ്പ്, പിന്നെ വന്നിട്ട് പനിവരാഗ്, നെക്സ്റ്റ് എന്താ തോന്നിട്ടുള്ളത്, എന്താ പറയാ ഇതിന്റെ പേര് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, അതിന്റെ പേര് മറന്നുപോയി. ഇതിന് വേണ്ട കവറപ്പുള്ള് അല്ലെങ്കിൽ കുതിരവാളി, ഇതൊക്കെ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരാൾക്കുള്ളത് കാരണം കേട്ടാ. ഇത് മോൾക്ക് അവള് പഴയതൊന്നും കഴിക്കൂല. ഞാനാണെങ്കിൽ ഇത് എനിക്കുള്ളത് 2 നേരത്തിനുണ്ട്. 2-3 നേരത്തിന് ഇത് കറക്റ്റായിരിക്കും. വെള്ളം കൂട്ടിയിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ ഇടയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തായാലും ബാലൻസ് വരും. ഇത് മോൾക്ക് കൊടുക്കാനുള്ളത്. രാവിലെ ചിലപ്പോൾ കുടിക്കില്ല, എക്സാം ഉള്ള കാരണം കൊണ്ട്. വൈകുന്നേരത്തിനുള്ളതാണ് മോൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ശേഷം ഒന്നിച്ച് കഴിച്ചാൽ വീഡിയോസ് ലെങ്ത് കൂടിയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അത് കാരണം ഉണ്ടാകാൻ പോകുന്നു വിചാരിക്കുന്നത്. ഇത് ചിക്കൻ കറിക്കുള്ള മല്ലിയില. അപ്പൊ അവിടെ എന്തായെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം.
തേങ്ങ ശകലം വറുക്കും. എന്താ വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി ഇടുന്ന കാരണം കൊണ്ട് ചെറിയ കയ്പ്പ് വരും. അപ്പോൾ മോൾക്ക് അത് ഇഷ്ടമുള്ള ആൾക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ തേങ്ങ ഒന്ന് വറുത്തിട്ട് ആഡ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഓൾറെഡി ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ശകലം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വറുത്തിട്ടൊന്ന് അരയ്ക്കാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്ന് കേട്ടോ. അപ്പം ഇത്രയും ഒരു പരുവാണ്. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും മൂക്കാൻ പാടില്ല, എല്ലാം മൂത്താൻ ഭയങ്കര സ്മെല്ലായിരിക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടി മൂപ്പിക്കാണ്. അതിനിപ്പം നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ പാത്രം എടുത്തിട്ട് വെച്ച് എണ്ണ ചൂടായി കരിവേപ്പിലിട്ട് ഒരു സവോള, ഒരു 4 പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, സവോള തേങ്ങ, ഇഞ്ചി നമ്മൾ ഓൾറെഡി അതിനകത്ത് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം കൂടി മിക്സായിട്ടന്നെ ഇപ്പം തന്നെ ആവും. ഞാൻ പട്ടയും ഗ്രാമ്പും ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതിനകത്ത് ഒരു 2 പട്ട ഓൾറെഡി നമ്മൾ അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് അധികം വേണ്ടി വരത്തില്ല. ഒരു സ്റ്റാർ, പിന്നെ ശകലം വലിയ ജീരകം, ഇതെല്ലാം ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കൺസിസ്റ്റൻസി എടുക്കാൻ കിട്ടുന്നില്ല. കസ്കസ് എല്ലാം കസകസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ആഡ് ചെയ്തിരുന്നത്. ഇത് ആയിട്ടുണ്ട്. ഇത്ര മതിയാവും. നമ്മളെല്ലാം കൂടി വറുത്ത കാരണം ഇത്ര മതിയാവും. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഒരു ചിക്കനും ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടാ, ഒറ്റ ഉരുളക്കിഴങ്ങേ ഉള്ളൂ. വേഗം കഷ്ണം അധികമില്ല. അതുമെല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്ന കാര്യം ഇറച്ചി ഇടില്ല. മേടിച്ചൊക്കെ തോന്നുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മുളക് അരച്ച് വെച്ച് ചേർക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ ആഡ് ചെയ്ത് മുളക് അരച്ച് വെച്ചത് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് തേങ്ങാപ്പാൽ 2ാം പാലാണ്. അപ്പോൾ കറി ആയിട്ടുണ്ടെന്ന് നോക്കാം. പൊട്ടേറ്റോ ഒക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുക. അറിയാലോ, എല്ലാവർക്കും അറിയാലോ തേങ്ങാപ്പാൽ ഒഴിച്ച് കളിക്കേണ്ടത്, തിളപ്പിക്കേണ്ട വേണ്ടിയിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് മല്ലിയില, മല്ലിയില. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. രണ്ടാമത് ഒപ്പക്കല. ഇത് മോൾക്ക് ഉണ്ടാക്കിയ കുറുക്ക. ഇതിപ്പോൾ കുക്കറിൽ വെക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് വലിയ മൺകലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കുക്കറിൽ വെക്കേണ്ട ആവശ്യം വരില്ല. ഇതൊന്ന് തണുത്താൽ തന്നെ ഞാൻ ഇത്ര നേരം ഇവിടെ നിലയ്ക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ സാധാരണ അവിടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ കലായതാറുണ്ട്. ഒത്തിരി ഉണ്ടാക്കുമ്പോൾ കൈ ഇങ്ങനെ ആദ്യം മുകളിൽ വരുന്നതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇറക്കി വെക്കണേ, ഒന്നും കൂടി ഡ്രൈ ആകാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച്
ഒരു സവാള കീറിയിട്ട പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കറിയായി, കുറുക്കായി. ഇത് ചോറും കുറുക്കും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മോള് ഇറങ്ങാൻ നേരത്ത് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. അപ്പോൾ മോള് കൂടെ ലഞ്ച് ആക്കാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ലഞ്ച് ചിക്കൻ കറി ഇച്ചിരി എരിവൊക്കെയാണ്. സലാഡില്ലാതെ ചോറ് കഴിക്കൂല. മഴയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചിരി സലാഡാക്കിയിട്ടുണ്ട്. പിന്നെ സ്പൂൺ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവൾക്കൊന്നും വേണ്ട പറഞ്ഞ കാരണം കൊണ്ട് നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവില്ല അവൾക്ക്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. എന്നാ ശരി, ഓക്കെ, ബൈ. മോളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന തിരക്കിലാണ്. മോൾക്ക് എക്സാം ആണ്. അപ്പൊ ഞാൻ ഏതായാലും ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താണ്. എന്നാ ശരി, ഓക്കെ, ബൈ.